അടുത്ത ക്വസ്റ്റ്യൻ 3 മാർക്കിൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഡ്രോ ആൻഡ് എക്സ്പ്ലെയിൻ ദ ഡയഗ്രാം ഓഫ് കോർ ടൈപ്പ് ഇൻഡക്ഷൻ ഹീറ്റിംഗ്. ഇൻഡക്ഷൻ ഹീറ്റിങ്ങിലെ കോർ ടൈപ്പ് ഇൻഡക്ഷൻ ഹീറ്റിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യമേ നമ്മൾ ഫിഗർ യൂസ് ചെയ്യുമ്പോൾ ഫിഗർ നമുക്ക് ട്രാൻസ്ഫോമർ ആദ്യം അറിഞ്ഞിരിക്കണം. ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി പോലെ തന്നെ സെയിം ആണ് കോർ ടൈപ്പ് ഇൻഡക്ഷൻ ഹീറ്റിങ്ങിൻ്റെ പ്രൈമറി എന്ന് പറയുന്നത്. പ്രൈമറി നമ്മൾ AC സപ്ലൈ കൊടുക്കുന്നു. അതേപോലെ കോർ എന്ന് പറയുന്ന സെക്ഷനുണ്ട്. കോർ എന്ന് പറയുന്നത് ഈ പ്രൈമറിയിലുണ്ടാകുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് സെക്കൻഡറിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് മാഗ്നറ്റിക് കോർ യൂസ് ചെയ്യുന്നത്. ഇവിടെ സെക്കൻഡറി വൈൻഡിങ്ങിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണോ നമ്മൾ ഹീറ്റ് ചെയ്യേണ്ടത് ആ വസ്തു അഥവാ ചാർജ് ആണ് ഇവിടെ സെക്കൻഡറി ആയിട്ട് ആക്ട് ചെയ്യുക. സിംഗിൾ ടേൺ ആയിട്ടാണ് ഇവിടെ സെക്കൻഡറി ആക്ട് ചെയ്യുക എന്ന് പഠിച്ചു വെക്കുക. ഇപ്പോൾ ഫിഗർ പഠിച്ചതിന് ശേഷം നമുക്കതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കാം. പ്രൈമറി സപ്ലൈ കൊടുക്കുന്ന സമയത്ത് പ്രൈമറിയിൽ എന്തുണ്ടാകും? മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാകും. ഈ മാഗ്നറ്റിക് ഫ്ലക്സ് മാഗ്നറ്റിക് കോർ വഴി സെക്കൻഡറിയിലെത്തും. സെക്കൻഡറി എത്തിക്കഴിഞ്ഞാൽ സെക്കൻഡറിയിലുള്ള ചാർജ് എന്ത് ചെയ്യും? സെക്കൻഡറി വൈൻഡിങ് ആയിട്ട് ആക്ട് ചെയ്യും, സിംഗിൾ വൈൻഡിങ് ആയിട്ട് ആക്ട് ചെയ്യും. അത് കാരണം അതിൽ ഹൈ കറണ്ട് പാസ് ചെയ്യുകയും ചാർജ് ഹീറ്റ് ആവുകയും ചെയ്യുന്നു. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ എങ്ങനെ എഴുതി നോക്കാം. കോർ ടൈപ്പ് ഇൻഡക്ഷൻ ഫർണസ് എംപ്ലോയ്സ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഓൺ വിച്ച് ട്രാൻസ്ഫോമർ വർക്ക്സ്. ട്രാൻസ്ഫോമറിൻ്റെ സെയിം വർക്കിംഗ് പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് ഇവിടെ ഇൻഡക്ഷൻ ഫർണസ് വർക്ക് ചെയ്യുന്നത്. ദ ചാർജ് ആക്ട്സ് ലൈക്ക് സെക്കൻഡറി ഓഫ് ട്രാൻസ്ഫോമർ. ചാർജ് ഇവിടെ സെക്കൻഡറി ആയിട്ടാണ് ആക്ട് ചെയ്യുക. ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറി ആയിട്ട് ആക്ട് ചെയ്യും. ആൻഡ് കൺസിസ്റ്റ് ഓഫ് ഓൺ ടേൺ ഓൺലി ഫോമഡ് ബൈ ദ മെറ്റൽ ടു ബി ഹീറ്റഡ്. ഓക്കെ, ഒരൊറ്റ ടേൺ ആയിട്ടാണ് ഇവിടെ ആക്ട് ചെയ്യുക. ദ കറൻറ്റ് ഓഫ് സെവറൽ 1000 ആംപിയർ ഫ്ലോ ത്രൂ ദ ചാർജ് വിച്ച് ഹീറ്റ്സ് ഇറ്റ്. അഥവാ സെക്കൻഡറിയിൽ ഒരു ടേൺ ആയതുകൊണ്ട് തന്നെ ഹൈ കറണ്ട് പാസ് ചെയ്യും, ലോ വോൾട്ടേജ് ആയിരിക്കും. അതുകൊണ്ട് അവിടെ ആ ചാർജ് എന്ത് ചെയ്യും? ഹീറ്റ് ആവാൻ കാരണമാകും.